ഹലോ മൈ ഡിയർ തക്കടുകൂടൂസ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം കുറേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുള്ളത്. അതുകൂടാതെ എൻ്റെ കോളേജ് മേറ്റിൻ്റെ കല്യാണമാണ്. 5 വർഷത്തിന് ശേഷം അവരെല്ലാം കാണാൻ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ചെറിയ രീതിക്ക് കോളയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രത്ത് ഈ ഒരു സമയത്ത് ചെറിയ രീതിക്കുള്ള തണുപ്പും ഒരു മീഡിയം തണുപ്പും കാര്യങ്ങളും വെള്ളത്തിനാലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലൂ. അപ്പോൾ ഇവിടെ വന്ന് കുളിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പഴയ ഞാനായി മാറി. എനിക്ക് നല്ല മടിയായി. ലാസ്റ്റ് ഞാൻ കയ്യും വീടും കഴുകി ഒപ്പിച്ചു. കല്യാണത്തിന് നമ്മൾ കുളിക്കേണ്ടാണ് പോയിനി. പിന്നെ കുറച്ച് സമയം തീയെല്ലാം കാഞ്ഞ് നോക്കി ഒരു രക്ഷയില്ല. പിന്നെ സാരിയെല്ലാം ഞാൻ തലേന്നേ പ്ലീറ്റ് എടുത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ രാവിലത്തേക്ക് കുറച്ചും കൂടി എളുപ്പമായല്ലോ. അങ്ങനെ ഞാൻ സാരിയെല്ലാം എടുത്ത് കൊടുത്തു. പിന്നെ ഹെയർ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് മേക്ക് ഓവറെല്ലാം ചെയ്യുന്ന തരുന്ന ഒരു ഏച്ചിൻ്റെ അവർ ഹെയർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് സാരിയെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. കാരണം ഏച്ചിക്ക് വേറെയും കുറേ മേക്ക് ഓവർ ഉണ്ട്. അപ്പോൾ ഏച്ചി അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് ജസ്റ്റ് കണ്ണെഴുതാലും പൊട്ടോടെല്ലാം അവിടെ പോയിട്ട് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞാൻ പണ്ട് മുതലേ എനിക്ക് ഇമ്പോർട്ടൻ്റ് തോന്നി, എനിക്ക് പോകണം തോന്നിയ കല്യാണത്തിന് മാത്രമേ ഞാൻ പോലില്ലൂ. അതേപോലെ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കല്യാണമാണിത്. അതുകൊണ്ടാണ് ഞാൻ പോകണം അത്രയും തീരുമാനിച്ചത്. കാരണം കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ സുരുവിൻ്റെ കല്യാണം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നൊരു കല്യാണമാണ്. അപ്പോൾ ആൾ വിളിച്ചപ്പോൾ ആദ്യം പോകേണ്ട തോന്നിയെങ്കിലും പിന്നെ വാ നമുക്ക് പോവാന്നെല്ലാം പറഞ്ഞപ്പോൾ എനിക്കും തോന്നി പോവാം. കാരണം ഞാൻ എൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് എൻ്റെതായിട്ടുള്ള സെൽഫായിട്ടുള്ള തീരുമാനങ്ങൾ എല്ലാം എടുത്തത് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതെൻ്റെ നാട്ടുകാരൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാത്തിനായാലും കുറച്ച് ആൾക്കാരുണ്ടാവും. നാട്ടുകാരനായാലും ബന്ധുക്കളിനായാലും ഫ്രണ്ട്സിനായാലും അങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നായാലും കുറച്ച് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പിന്നെ അവരുടെ ഇഷ്ടം മാത്രം നമ്മൾ നോക്കിയപ്പോഴല്ല നമ്മളെ കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അവരെ കണ്ണുമൂടെല്ലാം കാണണ്ടേന്ന് വെച്ചിട്ടാണ് ഞാനൊരു കല്യാണത്തിനും നാട്ടിൽ ഈ സമയത്തായാലും വിളിച്ചാൽ ഞാൻ പോകാത്തത്. എനിക്ക് തീരെ ഒരു നെഗറ്റീവ് എനിക്കൊരു തീരെ ഇഷ്ടമില്ല. നമ്മൾ പോയിട്ട് ആ കല്യാണത്തിൻ്റെ ഒരു നല്ല വൈബ് നമ്മൾ കളയണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. പക്ഷേ ഇതിൽ എനിക്ക് പോകണം തോന്നി. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കാണാൻ തോന്നി. അവരെല്ലാം കണ്ടു ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.